ഞങ്ങളിന്ന് ഷാർജയിലെ അൽനൂർ ഐലൻഡ് കാണാൻ പോവുകയാണ്. ഈ അൽനൂർ ഐലൻഡ് പ്രസിദ്ധമായ മനോഹര ദ്വീപുകളിലൊന്നാണിത്. ഇതൊരു മാൻമെയ്ഡ് ദ്വീപാണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഇതിനടുത്താണ് അൽനൂർ മസ്ജിദ്. പ്രകൃതിയും കലയും ഒരുമിച്ച് ചേരുമ്പോൾ ഈ അൽനൂർ ഐലൻഡ് മനോഹരിയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഷാർജയുടെ നഗരത്തിന് ഇവളൊരു തിലകക്കുറിയാണ്. 2015 ഈ ദ്വീപ് തുറക്കപ്പെട്ടതെന്ന് പറയുന്നു. അൽനൂർ ദ്വീപിലെ മുഖ്യ ആകർഷണം ഈ ദ്വീപിലെ ബട്ടർഫ്ലൈ ഹൗസാണ്. അൽനൂർ ദ്വീപിലെ നീണ്ടുകിടക്കുന്ന പച്ചപ്പുള്ള പാതകളിലൂടെ നടന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കിടാം. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിനടുത്തെത്തി. ഇന്ന് വലിയ തിരക്കൊന്നും കണ്ടില്ല. ഇടദിവസമായതിനാലായിരിക്കാം ആള് കുറവായിരുന്നു. ടിക്കറ്റിനായി ഞങ്ങളും ക്യൂവിൽ നിന്നു. അൽനൂർ ഐലൻഡ് കാണുന്നതിന് പെർ ഹെഡ് നിരക്ക് 50 ദിറാംസും ചിൽഡ്രന് 20 ദിറാംസ്, സീനിയർ സിറ്റിസണ് 35 ദിറാംസുമാണ്. ശാന്തമായ ഒരിടം തേടുന്നവർക്ക് അൽനൂർ ഐലൻഡ് ഇഷ്ടപ്പെടും. ലോകത്തിലെ ഏറ്റവും മികച്ചതും യാത്രക്കാർ ഇഷ്ടപ്പെടുന്നതുമായ വിനോദ കേന്ദ്രങ്ങൾ അവതരിപ്പിക്കുന്ന ട്രിപ്പ് അഡ്വൈസറിൻ്റെ 2024 ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പുരസ്കാരം ഈ അൽനൂർ ഐലൻഡാണ് സ്വന്തമാക്കിയത്. ഷാർജ നഗരത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ അൽനൂർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ടിക്കറ്റ് വാങ്ങിച്ച് ഞങ്ങൾ പുറത്തു വന്നു. ഇനി ആദ്യം അവിടെയുള്ള ഒരു ബ്രിഡ്ജ് കടന്നു വേണം ഐലൻഡിലെത്താൻ. ബ്രിഡ്ജ് ഇറങ്ങി അൽനൂർ ഐലൻഡിലെത്തിയാൽ ബട്ടർഫ്ലൈ ഹൗസ് ബ്രിഡ്ജിനടുത്ത് തന്നെയാണ്. വളരെ ഭംഗിയായി ബട്ടർഫ്ലൈ ഹൗസ് ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ഈ പൂമ്പാറ്റയുടെ വീട്ടിൽ കയറിയ പാടെ ഒരു ഹ്യൂമിഡിറ്റി അനുഭവപ്പെട്ടു. തിരക്കിപ്പോൾ അറിയാൻ സാധിച്ചു ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ബട്ടർഫ്ലൈ വളരാൻ ഇഷ്ടപ്പെടുക എന്നത്. ഒരു ബട്ടർഫ്ലൈയുടെ ജീവിതകാലം എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 2 ആഴ്ചയാണ്. അതുകൊണ്ട് ഇവർ ബട്ടർഫ്ലൈയെ മാത്രമല്ല ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ലാർവ, പ്യൂപ്പ എന്നിവയും ഇമ്പോർട്ട് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. സ്കൂൾ കുട്ടികളുടെ ഒരു പ്രധാന ഇടമാണ് ഈ പൂമ്പാറ്റയുടെ വീട്. ഈ ബട്ടർഫ്ലൈ ഹൗസ് ലോകത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും 500-ൽ പരം ബട്ടർഫ്ലൈ ആണ് ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായും കോസ്റ്ററിക്കയിൽ നിന്നുമാണ് ഈ ബട്ടർഫ്ലൈസിനെ ഇമ്പോർട്ട് അവർ ചെയ്യുന്നത്. ഇവയുടെ ചലനങ്ങളും കടുത്ത നിറങ്ങളും മനോഹരമാണ്. ഇവയ്ക്ക് അനുയോജ്യമായൊരു അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പച്ചപ്പ് നിറഞ്ഞതാണ് ഈ പൂമ്പാറ്റയുടെ വീട്. AC വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഐലൻഡ് സന്ദർശിക്കാനായി രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഇത് തുറന്നിട്ടിരിക്കുന്നു. അൽനൂർ ഐലൻഡ് ചുറ്റി നടന്ന് കാണാൻ നല്ല നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. ഈ നടപ്പാതയ്ക്ക് ഇരുവശത്തും വിവിധ ഇനം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്. വളരെ നീളത്തിലാണ് ഈ നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നൂർ ഐലൻഡ് മുഴുവനും ചുറ്റി നടന്ന് കാണാൻ നമുക്ക് സാധിക്കും. കുടുംബാംഗങ്ങളോടൊപ്പവും ഫ്രണ്ട്സുമായിട്ടുമൊക്കെ വരാൻ പറ്റിയ ഒരിടമാണ് ഈ അൽനൂർ ഐലൻഡ്. നടപ്പാതയ്ക്ക് ഇരുവശത്തും വിവിധയിനം കാക്ടസ് പ്ലാന്റുകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ചില കാക്ടസ് പ്ലാന്റുകൾ ഒരാൾ പൊക്കത്തോളം വളർന്നിട്ടുണ്ട്. നടപ്പാതയ്ക്ക് ഇരുവശത്തും സന്ദർശകർക്കായി നല്ല ആർട്ട് വർക്കുകൾ ഒരുക്കിയിട്ടിരിക്കുന്നു. പല വിധത്തിലുള്ള ശില്പങ്ങളും ഇവിടെ കാണാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും ഇവിടെയുണ്ട്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി ഈ നൂർ ഐലൻഡ് സന്ദർശകരെ കാത്തിരിക്കുന്നു. നൂർ ഐലൻഡിൻ്റെ പ്രകൃതി രമണീയതയും അതിന് ചേർന്ന ആർട്ട് വർക്കുകളും നന്നായി ചേർന്ന് പോകുന്നതിനാൽ നൂർ ഐലൻഡിലെ നടപ്പാതയ്ക്കിരുവശത്തുമുള്ള ചില മരങ്ങളിൽ ഐ വാസ് സേവ്ഡ് എന്ന ഒരു റെഡ് കളർ ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. ഇത് കച്ചടയിൽ കളഞ്ഞ മരങ്ങളെ എടുത്ത് സംരക്ഷിച്ചതാണെന്ന് അറിയാൻ സാധിച്ചു.
ഏകദേശം 2 മണിക്കൂർ ഞങ്ങൾ ഈ അൽനൂർ ഐലൻഡിൻ്റെ ഓരോ കോണിലും കയറി ഇറങ്ങി. ശരിക്കും മനസ്സിനൊരു ശാന്തത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ അൽനൂർ ഐലൻഡിലോട്ട് വന്നോളൂ. നിങ്ങളും ഇഷ്ടപ്പെടും അൽനൂർ ഐലൻഡ് എന്ന ഈ സുന്ദരിയെ. ഷാർജയിലെ അൽനൂർ ഐലൻഡിനെ കുറിച്ചുള്ള വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ ബീനാസ് ഫൺ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബീനാസ് ഫൺ വേൾഡ്.